പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസസ്മെന്റ് ഫോർ ലേണിംഗിലെ എക്സാമിനേഷൻ റിഫോം റിപ്പോർട്ട്സ് എന്ന ഭാഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005. നേരത്തെ നമ്മൾ എഡ്യൂക്കേഷൻ കമ്മീഷൻസ്, അതേപോലെ തന്നെ NPE, പ്രോഗ്രാം ഓഫ് ആക്ഷൻ, റിവ്യൂ കമ്മിറ്റീസ് തുടങ്ങിയവരുടെ റെക്കമെൻഡേഷൻസും ഒബ്സർവേഷൻസും എക്സാമിനേഷൻ റിഫോംസുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF 2005ന്റെ പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസും അതേപോലെ തന്നെ റെക്കമെൻഡേഷൻസും ആണ്. ഇവാലുവേഷൻ ഷുഡ് ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ, നോട്ട് റോഡ് മെമ്മറൈസേഷൻ. ഇവാലുവേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന എന്താണ്? കുട്ടി എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ കുട്ടിയുടെ ആപ്ലിക്കേഷൻ സ്കിൽ എത്രത്തോളം ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയാണ്. അല്ലാതെ എന്തല്ല, നോട്ട് റോഡ് മെമ്മറൈസേഷൻ, കുട്ടി എത്രത്തോളം മനഃപ്പാഠം പഠിച്ചിട്ടുണ്ട്, കാണാതെ പഠിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയല്ല. റെഡ്യൂസ് എക്സാമിനേഷൻ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി അമംഗ് സ്റ്റുഡൻസ്. കുട്ടികളിൽ പ്രധാനമായിട്ടും എക്സാമിനേഷൻ സ്ട്രെസ് വളരെ വലിയ വിഭാഗം കുട്ടികളിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണ്. തുടരെ എക്സാമുകൾ നടത്തുന്ന ബാക്കിയുള്ള സിസ്റ്റത്തെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് എങ്ങനെ എക്സാമിനേഷൻ സ്ട്രെസ്സും കുട്ടികളിൽ ഉണ്ടാകുന്ന ആങ്സൈറ്റിയും കുറയ്ക്കണം എന്നുള്ളതും പ്രധാനമായിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ്. റെക്കഗ്നൈസ് എക്സലൻസ് ഇൻ ഡിഫറെന്റ് ഏരിയാസ്, നോട്ട് ഓൺലി അക്കാഡമിക് അച്ചീവ്മെന്റ്. നമ്മൾ CC ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ സ്കോളാസ്റ്റിക് ആൻഡ് നോൺ സ്കോളാസ്റ്റിക് ആസ്പെക്ട്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് അതന്നെയാണ്. അക്കാഡമിക് അച്ചീവ്മെന്റ് മാത്രമല്ല, ബാക്കിയുള്ള ഏരിയാസിനെ കൂടി എന്ത് ചെയ്യണം, ആ ഒരു ഏരിയാസിലുള്ള കുട്ടിയുടെ എക്സലൻസ് കൂടി ഫോക്കസ് ചെയ്യുന്ന തരത്തിലായിരിക്കണം ഇവാലുവേഷൻ. കണ്ടിന്യൂസ് അസസ്മെന്റ് ഷുഡ് റീപ്ലേസ് ഡിപ്പെൻഡൻസ് ഓൺ ഇയർ എൻഡ് എക്സാമിനേഷൻ. കണ്ടിന്യൂസ് അസസ്മെന്റ് ആണ് പ്രധാനമായിട്ടും കുട്ടികളിൽ ഉണ്ടാക്കേണ്ടത്. ഒരിക്കലും അവസാന വർഷ പരീക്ഷ, ഇയർ എൻഡ് എക്സാമിനേഷൻസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ക്ലാസ് 10th ബോർഡ് എക്സാമിനേഷൻ മേ ബി മെയ്ഡ് ഓപ്ഷണൽ ഇൻ ദ ലോങ് ടേം. ലോങ് ടേമിൽ എന്ത് ചെയ്യും, 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഓപ്ഷണൽ ആക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റെക്കമെൻഡേഷൻസ് അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ്. പ്രൈമറി സ്റ്റേജ്, പ്രാഥമിക തലത്തിൽ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിൽ പ്രധാനമായിട്ടും NCF പറയുന്നത് കണ്ടിന്യൂസ് അസസ്മെന്റ് മാത്രം മതി എന്നുള്ളതാണ്. കണ്ടിന്യൂസ് അസസ്മെന്റ് ആയിരിക്കണം. നോ ഫോർമൽ പീരിയോഡിക് ടെസ്റ്റ്, പീരിയോഡിക് ടെസ്റ്റുകളൊന്നും വേണ്ട. നോ മാർക്സ് ഓർ ഗ്രേഡ്സ്, ഗ്രേഡ് വേണ്ട, മാർക്ക് വേണ്ട. തോറ്റോ ജയിച്ചോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വേണ്ട. നോ ഡിറ്റൻഷൻ പോളിസി, തോറ്റ കുട്ടികളെ ആ ക്ലാസ്സിൽ തന്നെ ഇരുത്തുന്ന പരിപാടി വേണ്ട. നോ റാങ്കിങ് ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളെ എന്ത് ചെയ്യണ്ട, റാങ്ക് ചെയ്യണ്ട. ഇത്തരത്തിലുള്ള വളരെ ഫ്രീ ആയിട്ട് കുട്ടികൾ പഠിക്കണം എന്നുള്ള രീതിയിലാണ് പ്രൈമറി സ്റ്റേജിൽ NCF മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ UP ക്ലാസ്സുകളിൽ ഏകദേശം 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ അപ്പർ പ്രൈമറി സ്റ്റേജിൽ പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് പീരിയോഡിക് അസസ്മെന്റ് വേണം. ലെസ് വെയിറ്റേജ് ടു ആനുവൽ എക്സാമിനേഷൻ. ആനുവൽ എക്സാമിനേഷൻ എന്താണ്, ചെറിയ വെയിറ്റേജ് കൊടുത്താൽ മതി, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. കൂടുതലായിട്ട് ആ ഒരു എക്സാമിനെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട എന്ന് പറയുന്നു. ഇന്റേണൽ അസസ്മെന്റ് ഓൺലി, പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന എന്താണ്, ഇന്റേണൽ അസസ്മെന്റിനെയാണ്. ഡയറക്റ്റ് ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവരണം. റിട്ടൺ ആൻഡ് പ്രാക്ടിക്കൽ അസസ്മെന്റ്സ് വേണം. ഓപ്പൺ ബുക്സ് എക്സാമിനേഷനും എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റേജിൽ ട്രൈ ചെയ്യണം. 3ാമത്തെ സ്റ്റേജ്, സെക്കൻഡറി സ്റ്റേജ്, ക്ലാസ് 9 മുതൽ 10ാം ക്ലാസ് വരെയുള്ള ആ ഒരു സ്റ്റേജിൽ പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് പീരിയോഡിക് അസസ്മെന്റ് വേണം. എക്സാമിനേഷൻ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യണം. ഇവിടെയും എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഗ്രേഡിംഗ് സിസ്റ്റം എന്ത് ചെയ്യണം, അഡാപ്റ്റ് ചെയ്യണം. തൊട്ട് മുന്നേയുള്ള കമ്മീഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രേഡിംഗ് സിസ്റ്റത്തിന് ആയിട്ടുള്ള ഓറിയന്റേഷൻ കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഗ്രേഡിംഗ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യണം. ക്ലാസ് 10th ബോർഡ് എക്സാം മേ ബിക്കം ഓപ്ഷണൽ. അപ്പോൾ ലോങ് റണ്ണിൽ എന്തായിരിക്കും, 10th ബോർഡ് എക്സാം എന്തായിരിക്കും, ചിലപ്പോൾ ഓപ്ഷണൽ ആവാൻ സാധ്യതയുണ്ട്. ഹയർ സെക്കൻഡറി സ്റ്റേജിൽ +1 ആൻഡ് +2 സ്റ്റേജുകളിൽ പറയുന്നത് കണ്ടിന്യൂസ് അസസ്മെന്റ് വേണം. പ്രാക്ടിക്കൽ ആൻഡ് ടെക്നോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ടെക്നോളജി, ഡിജിറ്റലി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. റെഡ്യൂസ് സൈക്കോളജിക്കൽ സ്ട്രെസ്, കുട്ടികളിൽ ഉണ്ടാകുന്ന ആ ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ്, ആ ഒരു എന്താണ് +1 +2 എന്നൊക്കെ പറയുന്ന ആ ഒരു പീരീഡ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അവിടെ സൈക്കോളജിക്കൽ സ്ട്രെസ് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. അലോ അക്യുമുലേഷൻ ഓഫ് ക്രെഡിറ്റ്സ് ഓർ മാർക്ക് ഓവർ ടൈം. ക്രെഡിറ്റ്സ്, മാർക്സ് ഒക്കെ എന്ത് ചെയ്യണം, അവിടെ അലോ ചെയ്യണം. ആ ക്രെഡിറ്റ് സിസ്റ്റം ഒക്കെ കൊണ്ടുവരണം എന്നുള്ളത് കൂടി പറയുന്നുണ്ട്.
എക്സാമിനേഷൻ റിഫോംസിൽ പ്രധാനമായിട്ടും പറയുന്നത് NCF പറയുന്നത് പേപ്പർ സെറ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ. നല്ലൊരു ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ഷുഡ് ടെസ്റ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡിഫിക്കൽറ്റി ആൻഡ് കോമ്പിറ്റൻസി. അല്ലെ, ഡിഫറെന്റ് ലെവൽസ് കുട്ടി അക്വയർ ചെയ്യാൻ രീതിയിൽ എന്തായിരിക്കണം, ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യണം. അല്ലെ, നമ്മൾ ഓൾറെഡി ബ്ലൂ പ്രിന്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. കുട്ടിയുടെ ഡിഫറെന്റ് ലെവൽസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യേണ്ടത്. ഷോർട്ടർ എക്സാമിനേഷൻസ് വളരെ ഷോർട്ട് ആയിരിക്കണം. ഫ്ലെക്സിബിൾ എക്സാമിനേഷൻ ടൈം എന്തായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇംപ്രൂവ് റിലയബിലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി ഇൻ ഇവാലുവേഷനിൽ റിലയബിൾ ആയിരിക്കണം ഇവാലുവേഷൻ. അതേപോലെ തന്നെ ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം. സബ്ജക്റ്റിവിറ്റി അല്ല വേണ്ടത്, ഒബ്ജക്റ്റിവിറ്റിയാണ് വേണ്ടത്. സ്കൂൾ ബേസ്ഡ് CCE ഷുഡ് ബി സ്ട്രെങ്തേൺഡ്. കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ സ്കൂൾ ബേസ്ഡ് CCE എന്തായിരിക്കണം, കുറച്ചും കൂടി പവർഫുൾ ആക്കണം, സ്ട്രെങ്തൻ ചെയ്യിക്കണം. ഇന്റേണൽ അസസ്മെന്റ് ഷുഡ് ബി മെയ്ഡ് മോർ ക്രെഡിബിൾ. എല്ലാ കമ്മീഷൻസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇന്റേണൽ അസസ്മെന്റിന് ഏറ്റവും ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗ്രേഡിംഗ് ഷുഡ് ബി എംഫസൈസ്ഡ്. ഗ്രേഡിങ്ങും മാർക്സിനെ അപേക്ഷിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞ് എന്താണ്, നമ്മൾ ഗ്രേഡ്സിന് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. നെക്സ്റ്റ്, ഫ്ലെക്സിബിലിറ്റി ഇൻ അസസ്മെന്റ്. യൂസ് മൾട്ടിപ്പിൾ അസസ്മെന്റ് മെത്തേഡ്സ്. ഒരുപാട് അസസ്മെന്റ് മെത്തേഡ്സിനെ കുറിച്ച് നമുക്കറിയാം. അത്തരത്തിലുള്ള മൾട്ടിപ്പിൾ അസസ്മെന്റ് മെത്തേഡ്സ് എന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യണം. ഒബ്സർവേഷൻ ആയിക്കോട്ടെ, എക്സാം മാത്രമല്ല, ഒബ്സർവേഷൻ, പോർട്ട്ഫോളിയോ അങ്ങനെയുള്ള കൂടുതൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അസസ്മെന്റുകൾ നടത്തണം. എൻകറേജ് ഓറൽ ടെസ്റ്റ് ആൻഡ് ഗ്രൂപ്പ് വർക്ക്. ഓറൽ ടെസ്റ്റുകൾ, ഗ്രൂപ്പ് വർക്കുകൾ, ആക്ടിവിറ്റീസ്. ഇൻട്രൊഡ്യൂസ് ഓപ്പൺ ബുക്ക് ആൻഡ് അൺടൈംഡ് എക്സാമിനേഷൻ. ഓപ്പൺ ബുക്ക് എക്സാമിനേഷനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ അൺടൈംഡ് എക്സാമിനേഷൻ സമയത്തിന്റെ പരിധിയൊന്നും ഇല്ലാത്തൊരു എക്സാം ആയിരിക്കും. ടെസ്റ്റ് ഹയർ ഓർഡർ സ്കിൽസ്. പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന എന്താണ്, അസസ്മെന്റിൽ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ഇന്റർപ്രിറ്റേഷൻ, അനാലിസിസ്, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റിവിറ്റി, സിന്തസിസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം. ഡെവലപ്പ് എ ഫ്ലെക്സിബിൾ ആൻഡ് ലേണർ ഫ്രണ്ട്ലി എക്സാമിനേഷൻ സിസ്റ്റം. എക്സാമിനേഷൻ സിസ്റ്റം ഫ്ലെക്സിബിൾ ആയിരിക്കണം, ലേണർ ഫ്രണ്ട്ലി ആയിരിക്കണം. ഓക്കെ, ബോർഡ് എക്സാമിനേഷൻസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നു. നോ പബ്ലിക് എക്സാമിനേഷൻ ബിഫോർ ക്ലാസ് 8. 8ാം ക്ലാസ് വരെ എന്ത് വേണ്ട, പബ്ലിക് എക്സാമിനേഷൻ വേണ്ട എന്ന് പറയുന്നു. നോ ബോർഡ് എക്സാം അറ്റ് ക്ലാസ്സസ് 5th, 8th ആൻഡ് 11th. 5, 8 അതേപോലെ തന്നെ +1 ക്ലാസ്സുകളിൽ ബോർഡ് എക്സാമുകൾ വേണ്ട. മേക്ക് ക്ലാസ് 10th ബോർഡ് എക്സാം ഓപ്ഷണൽ ഇൻ ദ ലോങ് റണ്ണിൽ 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാം എന്തായിരിക്കും, ഓപ്ഷണൽ ആവാൻ സാധ്യതയുണ്ട്. റെഡ്യൂസ് എക്സാമിനേഷൻ സ്ട്രെസ് ഇൻ ക്ലാസ് 10th ആൻഡ് 12th. അതായത് 10ാം ക്ലാസ്സിൽ +2ലുള്ള എക്സാമിനേഷൻ സ്ട്രെസ്, കാരണം പബ്ലിക് എക്സാം ആണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. 10ാം ക്ലാസ്സും അതേപോലെ തന്നെ +2 എടുത്തു കഴിഞ്ഞാൽ പബ്ലിക് എക്സാം, ബോർഡ് എക്സാമുകളാണ്. സോ അപ്പോഴുള്ള കുട്ടികളുടെ ആ ഒരു സ്ട്രെസ് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. നെക്സ്റ്റ്, എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്. സെപ്പറേറ്റ് സ്കൂൾ ബോർഡ് എക്സാമിനേഷൻസ് ഫ്രം എൻട്രൻസ് ടെസ്റ്റ്. സ്കൂൾ ബോർഡ് എക്സാമിനേഷനും എൻട്രൻസ് ടെസ്റ്റുകളും എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആക്കണം. ഒന്നിൽ നിന്ന് മറ്റൊന്ന് സെപ്പറേറ്റ് ആക്കണം. എസ്റ്റാബ്ലിഷ് എ സിംഗിൾ ഏജൻസി ടു കോർഡിനേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ഓൾ ഇന്ത്യ ലെവലിലുള്ള എല്ലാ എൻട്രൻസ് എക്സാമിനേഷന്റെയും കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ അതോറിറ്റി, ഒരു സിംഗിൾ ഏജൻസി ആക്കി മാറ്റണം എന്നുകൂടി NCF 2005 പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒന്ന് CCE പറയുന്നുണ്ട്, ഗ്രേഡിംഗ് സിസ്റ്റം, ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ, അതേപോലെ തന്നെ അസസ്മെന്റിലുള്ള ഫ്ലെക്സിബിലിറ്റി, എക്സാമിനേഷൻ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യണം, ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ഏതിനു പകരം, റാദർ ദാൻ മെമ്മറൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് NCF 2005 ഫോക്കസ് ചെയ്യുന്നത്. ഇനി കേരള സ്കൂൾ കരിക്കുലം ഫ്രെയിംവർക്ക് 2013 പ്രധാനമായിട്ടും പറയുന്ന കുറച്ച് റെക്കമെൻഡേഷൻസ് ആണ്. ഒന്ന്, ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് ആയിരിക്കണം. അതേപോലെ തന്നെ CCE ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഇവാലുവേറ്റ് ചെയ്യേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ്, കൊഗ്നിറ്റീവ് ഏരിയ, ഒരു കുട്ടിയുടെ അക്കാഡമിക് ആയിട്ടുള്ള മറ്റ് കൊഗ്നിറ്റീവ് ഏരിയാസ് എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ സോഷ്യോ ഇമോഷണൽ ഏരിയാസും എന്ത് ചെയ്യണം, കുട്ടിയുടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായിട്ടും കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ വരുന്ന 3 ടൈപ്സ്. ഒന്ന്, ലേണിംഗ് പ്രോസസ് അസസ്മെന്റ്, പോർട്ട്ഫോളിയോ അസസ്മെന്റ്, യൂണിറ്റ് ബേസ്ഡ് അസസ്മെന്റ്.
കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള അസസ്മെന്റ്. പോർട്ട്ഫോളിയോ അസസ്മെന്റിനെ കുറിച്ച് അറിയാലോ, കുട്ടിയുടെ വർക്കുകളെ കുറിച്ച്, കുട്ടിക്ക് കൊടുത്തിട്ടുള്ള ബാക്കിയുള്ള പ്രോജക്ട്സ് ആയിക്കോട്ടെ, സെമിനാർസ് ആയിക്കോട്ടെ, അസൈൻമെന്റ്സ് ആയിക്കോട്ടെ, അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള അസസ്മെന്റ്. നെക്സ്റ്റ് യൂണിറ്റ് ബേസ്ഡ് അസസ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ വരേണ്ടത് എന്നാണ് കേരള സ്കൂൾ കരിക്കുലം പറയുന്നത്, ഫ്രെയിംവർക്ക് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടീച്ചർ പ്ലാനർ ആൻഡ് ആക്ടിവിറ്റി ലോഗ് ഷുഡ് ബി മെയിൻറ്റെയിൻ. ടീച്ചർ എന്ത് ചെയ്യണം? പ്ലാനർ ആൻഡ് ആക്ടിവിറ്റി ലോഗ്, ഇതൊക്കെ ടീച്ചർ എന്ത് ചെയ്യണം? എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് റെക്കോർഡുകളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഷുഡ് ഗിവ് വെയിറ്റേജ് ടു തിങ്കിങ് സ്കിൽസ്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ മേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലൂ പ്രിന്റ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ, വെയിറ്റേജ് കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ തിങ്കിങ് സ്കിൽസിന് വെയിറ്റേജ് കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ബ്ലൂ പ്രിന്റ് ആൻഡ് ഡിസൈൻ ഷുഡ് ബി പ്രിപ്പയർഡ് ബിഫോർ ക്വസ്റ്റ്യൻ സെറ്റ്. അത് അങ്ങനെ തന്നെയാണല്ലോ, ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം? ബ്ലൂ പ്രിന്റ്, ഡിസൈൻ ഒക്കെ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. യൂസ് സ്കോറിംഗ് കീസ് ആൻഡ് മാർക്കിംഗ് സ്കീംസ്. ഓപ്പൺ ബുക്ക് അസസ്മെന്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ്. ഓപ്പൺ ബുക്ക് അസസ്മെന്റ് എന്ത് ചെയ്യണം? ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്താണ് ഓപ്പൺ ബുക്ക് അസസ്മെന്റ്? അതൊക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റികളൊക്കെ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. തിയറി ആൻഡ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഷുഡ് ബി ഇൻക്ലൂഡഡ് അല്ലെ. ഇപ്പൊ നമ്മൾ BEdന്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ രണ്ടിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. തിയറിറ്റിക്കൽ ആയിട്ടുള്ളതും പ്രാക്ടിക്കൽ ആയിട്ടുള്ള അസസ്മെന്റുകൾക്കും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പെർഫോമൻസ് അസസ്മെന്റ് ഫോർ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഹെൽത്ത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള സബ്ജക്ട്സിൽ ഏറ്റവും കൂടുതൽ എന്താണ്? പെർഫോമൻസ് അസസ്മെന്റ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. എൻകറേജ് ക്രിയേറ്റിവിറ്റി, സോഷ്യൽ സർവീസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അക്കാഡമിക് ആയിട്ടുള്ള മാത്രമല്ല, കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യണം. പ്രൊവൈഡ് സ്പെഷ്യൽ ഗ്രേഡ് സർട്ടിഫിക്കറ്റ്സ് ഫോർ അച്ചീവ്മെന്റ്സ്. കുട്ടിയുടെ അച്ചീവ്മെന്റ്സ്, ഇപ്പൊ സ്പോർട്സ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള അച്ചീവ്മെന്റ്സിനൊക്കെ കുട്ടിക്ക് എന്ത് ചെയ്യണം? അതേപോലെ തന്നെ ചില എക്സാമുകളിൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, കോമ്പറ്റീറ്റീവ് എക്സാംസിൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. യൂസ് ഗ്രേഡിംഗ് സിസ്റ്റം ഫോർ കൊഗ്നിറ്റീവ് സബ്ജക്ട്സ്. കൊഗ്നിറ്റീവ് സബ്ജക്ട്സിന് ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവരണം. പ്രോപ്പർ മോണിറ്ററിംഗ് ആൻഡ് കളക്റ്റീവ് ഇഫേർട്സ് ആർ നെസസറി. അപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളെയൊക്കെ നന്നായിട്ട് മോണിറ്റർ ചെയ്യണം. അതേപോലെ തന്നെ മോണിറ്റർ ചെയ്യാൻ മാത്രമല്ല, ഡയഗ്നോസ് ചെയ്യണം, റെമഡിയൽ ചെയ്യണം അല്ലെ. അതിന്റെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ആ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാലേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിനേഷൻ റിഫോം റിപ്പോർട്ട്സുമായിട്ട് പറയാനുള്ളത്. പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓരോ കമ്മീഷനും അതേപോലെ തന്നെ ഓരോ കമ്മിറ്റികളും ഒക്കെ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഓർമ്മയിൽ ഉണ്ടാവുക. ഈ പോയിന്റ്സ് വായിച്ചു നോക്കുക. ഇതിന്റെ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങൾ, ഇതിന്റെ PDF നോട്ട്സ് നന്നായിട്ട് വായിച്ചു നോക്കുക, ക്ലാസ്സുകൾ കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.